നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഭാരതീയ മസ്ദൂർ സംഘം 10 ദശലക്ഷം അംഗങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ട്രേഡ് യൂണിയൻ, ലോകത്തെ ഏറ്റവും പ്രധാന ട്രേഡ് യൂണിയൻ, അതായത് സംഘടിത മേഖലയിലുള്ള ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം. ആ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോൾ ദേശീയ നിർവാഹക സമിതി അംഗമായ ശ്രീ സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താനുമായി ഉള്ള സംവാദമാണ് ഇന്നത്തെ ജന്മഭൂമി ഓൺലൈനിലുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം സർ, BMSന്റെ ഒരു വളർച്ച, BMSന്റെ ഇന്നത്തെ ഒരു ശക്തി, അത് ഇന്ത്യയിലെ നല്ല ലോകത്തെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മുഴുവൻ മാതൃകയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രേക്ഷകർക്കും പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യം, ട്രേഡ് യൂണിയൻ രംഗത്ത് നിലവിൽ നിൽക്കുന്ന മുഴുവൻ സംസ്കാരങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിൽ, അപ്പോൾ അതിൻ്റെ ഒരു മസ്ദൂർ ഗീതം തന്നെ ഉണ്ട്. വിയർപ്പ് കൊണ്ടും രക്തം കൊണ്ടും ഭാവി രചിക്കുന്നവർ ഈ ഞങ്ങൾ, കർമ്മം ചെയ്യുവത് ആരാധനയായി കരുതുവതായി ഈ ഞങ്ങൾ. ഗംഭീരമായ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഈ പല മേഖലയിലും നടക്കുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ തൊഴിൽ സ്തംഭനങ്ങൾ, പണിമുടക്കുകൾ, ഈ തരത്തിലുള്ള ആക്ടിവിറ്റികളിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ഒരു എക്സ്ട്രീം സ്റ്റെപ്പാണ്. വേണ്ടി വന്നാൽ അവസാന കൈ എന്ന് മാത്രമാണ് അതിനെ കാണുന്നത്. നമ്മൾ സാമദാനം ഭേദം ദണ്ഡം എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതിനു മുമ്പ് സർക്കാരുകളുമായി, സംഘടനകളുമായി, സംവിധാനങ്ങളുമായി, മുതലാളികൾ, തൊഴിലുടമകളുമായി, ഇവരുമായെല്ലാം സംവാദത്തിലൂടെ, സമന്വയത്തിലൂടെ നടത്തുന്ന ഒരു വലിയ വളർച്ചയുണ്ട് BMSന്റെ. ആ വളർച്ച ശരിക്കും മാതൃകാപരമായ വളർച്ചയാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? തൊഴിലാളികളെ എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് BMSന്റെ 1955 ജൂലൈ 23 അത് ആരംഭിച്ചത്. ശരി. ട്രേങ്കിഡിജി ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനായിട്ടുള്ള AIBA, അതുപോലെ കോൺഗ്രസിൻ്റെ മധ്യപ്രദേശിലെ സെക്രട്ടറി, ഈവൻ RMS യൂണിയൻ പോസ്റ്റലിൽ. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിച്ച് അതിനെന്താണ് ട്രേഡ് യൂണിയൻ, വെറുതെ നമുക്ക് ഒരു നേതാവിനെ വെറുതെ സൃഷ്ടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ വെറുതെ ആരംഭിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, നോട്ടീസ് കൊടുക്കുക, സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയൻ മെക്കാനിസം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിനുശേഷം ഈ ട്രേഡ് യൂണിയനുകളുടെ ആശയത്തെ സംബന്ധിച്ച് ആഴത്തിൽ അദ്ദേഹം പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത്, ഒരു ട്രേഡ് യൂണിയനും ഈ ഭാരതത്തിൻ്റേതായിട്ടുള്ള ആശയ സംഹിതയോ കാഴ്ചപ്പാടോ ഇല്ല. പരിപൂർണമായി അത് വൈദേശികമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതൊരു വലിയ ന്യൂനതയായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ദേശീയ ബോധമുള്ള തൊഴിലാളിവൽകൃത വ്യവസായം, വ്യവസായവൽകൃത രാഷ്ട്രം, ഈ 3 മുദ്രാവാക്യം തന്നെ അതിൻ്റെ ആപ്തവാക്യമായി എടുത്താൽ, ഇന്നിപ്പോൾ ദേശീയ ബോധം ഉള്ള തൊഴിലാളി 955 വിളിക്കുമ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയമാണ്. അപ്പോൾ അതൊരു സങ്കുചിതവാദമായി ലോകമാകെ കണ്ടിരുന്നൊരു മുദ്രാവാക്യമായിരുന്നു ദേശീയ ബോധമുള്ള തൊഴിലാളി. അപ്പോൾ അന്ന് കമ്മ്യൂണിസം ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്നെന്താ സ്ഥിതി? ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പരിശോധിക്കുമ്പോൾ ഉക്രൈനും ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും അർമേനിയയും അസർബൈജാനും തുടങ്ങിയ ഈ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ഭാഗമായി. ശരിയാണ്. അയൺ കർട്ടൻ എന്ന് പറയുന്ന പദം ഡിക്ഷണറിക്ക് കൊടുത്ത റഷ്യയാണ്. ഇന്ന് അതെല്ലാം ചിഹ്ന ഭിന്നമായി. ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിച്ചു. ഇന്ന് ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും മുസ്ലിം ലീഗിൻ്റെ കൂടിയാണ് അവിടെ. അർമേനിയ ക്രിസ്തീയ ഭൂരിപക്ഷമാണ്. ഉക്രൈന് റഷ്യയുമായി ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് സങ്കുചിത ദേശീയവാദമായി കണ്ടിരുന്നതിനെ ഇന്ന് ലോകമാകെ പരിശോധിച്ചാൽ ദേശീയവാദത്തിലേക്ക് രാജ്യങ്ങളെല്ലാം തിരിച്ചു വരുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും അപകടത്തെക്കുറിച്ച് അന്ന് തന്നെ ചിന്തിച്ചിരുന്നു. അപ്പോൾ കമ്മ്യൂണിസത്തിന് ഏത് തത്വശാസ്ത്രത്തിലൂടെയാണോ കമ്മ്യൂണിസം വന്നത്, സംഘർഷത്തിലൂടെയാണ് അത് അധികാരത്തിൽ വന്നതെങ്കിൽ അതേ സംഘർഷത്തിലൂടെ കമ്മ്യൂണിസം തകരും എന്ന് ഗുരുജിയും ദത്തോബന്ത് ഠേഗഡിജിയും പറഞ്ഞിരുന്നു. ആ ക്യാപിറ്റലിസത്തിൻ്റെ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഇന്ന് അമേരിക്ക ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലെ 1938 ശേഷമുള്ള നിലനിൽപ്പിൻ്റെ വലിയ പ്രതിസന്ധിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ദേശീയ ബോധമുള്ള തൊഴിലാളി എന്ന് പറയുന്നത്, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വ്യക്തി, അവിടെ നിന്ന് കുടുംബം, അവിടെ നിന്ന് സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ഒരു വളർച്ചാക്രമമാണ്. അപ്പോൾ ഒരു വ്യക്തി, ഒരു തൊഴിലാളി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്,
അയാളുടെ മനോഭാവം തൊഴിലിനോടുള്ളത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രേഷ്ഠമായ മുദ്രാവാക്യം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വർക്ക് ഈസ് വർഷിപ്പാണ്. അത് ഏത് തൊഴിൽ ചെയ്യുന്ന ആളും, ഒരു ചൂലെടുത്ത് തൂക്കുന്ന സ്വീപ്പർ തസ്തിയിലുള്ള ആളും അയാളുടെ കൈ പുറകിലേക്ക് വെച്ച് ആ ചൂലെടുത്ത് ആ കർമ്മം ചെയ്യുമ്പോൾ, ആരാധനയോടെ ചെയ്യുമ്പോൾ അതിൽ ഭാവന വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് തൊഴിലാളികളുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനിടയാക്കിയിട്ടുണ്ട്. ആ ദേശീയ ബോധം എന്ന് പറയുന്ന പ്രൈഡ് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് രാഷ്ട്രീയ അതീതം. അതിൽ ഠേങ്കടിജി ഏറ്റവും മനോഹരമായൊരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വില കൂടിയ ഷൂസ് ധരിച്ച് പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ പോയി കഴിയുമ്പോൾ ആ സാങ്ക്ടം ശ്രീകോവിലിനുള്ളിൽ ചെന്ന് മുമ്പിൽ നിന്നിട്ട് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നലെ വാങ്ങിച്ച വില കൂടിയ 3000 രൂപയുടെ ഷൂസാണ് പുറത്തിരിക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ പ്രാർത്ഥിക്കാൻ കഴിയില്ല. ശരി, സത്യം. അതുകൊണ്ട് നിങ്ങൾ ഏത് രാഷ്ട്രീയമാണോ അത് പുറത്തുപേക്ഷിക്കുക. 8 മണിക്കൂർ പണിയെടുക്കുന്ന പണിശാലയിൽ അവിടെ നിങ്ങൾ 2 കാഴ്ചപ്പാട്. ഒന്ന്, നിങ്ങൾ ദേശീയ ബോധത്തെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം. 2, ആ സ്ഥാപനത്തെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം. 3, അവിടുത്തെ തൻ്റെ കടമകളും അവകാശങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. ഈ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങി ആദ്യം 2ാം സ്ഥാനത്തും 89ഓടുകൂടി അത് 1ാം സ്ഥാനത്തും ആയി തുടരുകയും ഇന്ന് 2.5 കോടി അംഗസംഖ്യയാണ് ഇന്ന് രാജ്യത്ത് BMSനുള്ളത്. ഒരുപക്ഷെ ലോകരാജ്യത്തെ പല ജനസംഖ്യയേക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള ട്രേഡ് യൂണിയൻ, ഇപ്പോൾ ചൈനയാണ് ഔദ്യോഗികമായി ലോക ട്രേഡ് യൂണിയനുകളുടെ നോക്കുമ്പോൾ 1ാം സ്ഥാനത്തുള്ളത്. പക്ഷെ അത് ഔദ്യോഗികമായി ചൈനയുടെ സംഘടനയാണ്. പക്ഷെ സ്വതന്ത്രമായൊരു ട്രേഡ് യൂണിയൻ നിലയ്ക്ക്, രാഷ്ട്രീയ അതീതമായൊരു ട്രേഡ് യൂണിയൻ നിലയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഭാരതീയ മസ്ദൂർ. അതിൽ മറ്റൊരു സവിശേഷത എന്ന് വന്നിരിക്കുന്നത്, ഈ L20 ശേഷം, ലേബർ 20 ശേഷം, കഴിഞ്ഞ ലേബർ 20 BMS ആണ് ഹോസ്റ്റ് ചെയ്തത്. ഹോസ്റ്റ് ചെയ്തതിനു ശേഷം 36 രാജ്യങ്ങൾ, അതിൽ തമാശ എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനും തുർക്കിയും അടക്കം ലോകത്ത് WFTU, വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ഒരു ട്രേഡ് യൂണിയൻ അപ്പുറത്ത് ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള ഒരു വേൾഡ് ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ വരണം, അത് BMSന്റെ നേതൃത്വത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാനും തുർക്കിയും. അങ്ങനെ 36 രാജ്യങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് BMSനെ അപ്രോച്ച് ചെയ്യാണ്. ലോകത്തെ തന്നെ BMSന്റെ നേതൃത്വത്തിലുള്ള ഒരു ഫെഡറേഷൻ വരണമെന്നാണ്. അത്രമാത്രം മുന്നോട്ട് പോയി. ഒരു സ്വാഭാവികമായ വളർച്ചയാണ്. അതാണ് ശരിക്കും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുണ്ടാകും. എനിക്ക് വേറൊരു സംശയം ചോദിക്കാനുള്ളത്, അങ്ങിപ്പം ഇന്ത്യയിലെ തന്നെ മുഴുവൻ ഈ ഗവൺമെന്റ് എംപ്ലോയീസ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ചുമതലയുള്ള ഇൻചാർജ്, 2 കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അസംഘടിത മേഖലയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളത്. ഒരു 50 കോടി ജനതയുടെ തൊഴിൽ ശക്തി ഉണ്ടെങ്കിൽ അതിനകത്ത് 83% അസംഘടിത മേഖല. അപ്പോൾ അങ്ങനെ ഉള്ള അസംഘടിത മേഖലയിൽ സംഘടിതമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ തൊഴിലാളികൾക്കെതിരെ നടത്തുന്ന ഒരു ചൂഷണത്തിന്റെ ഭാഗം, അവരിൽ വേണ്ട രീതിയിലുള്ള ഈ മൗലികമായ ധർമ്മം, നേരത്തെ അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, തൊഴിലാളികളുടെ ഉത്തരവാദിത്തം, കടമ, അധികാരമല്ല, തൊഴിലാളികളുടെ ഉത്തരവാദിത്തം, കടമ, ഇത് കൊടുക്കാൻ പറ്റാതായതല്ലേ മറ്റ് യൂണിയനുകളിലുള്ള ഒരു പരാജയം? 100% ശരിയാണ്. കാരണം ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും സുപ്രധാനമായതാണ് ഇപ്പോൾ ലേബർ കോഡുകൾ വന്നു. മിനിമം വേസിനെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഈ മിനിമം വേസിന്റെ ഒരു കാലഘട്ടം പരിശോധിച്ചാൽ 920 ആരംഭിച്ചതാണ്, 104 വർഷം കഴിഞ്ഞു. ശിവൻ ചൗധരിയാണ് ആദ്യമായി 920 മിനിമം വേസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നീട് 931 ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ AICCയിൽ ഔദ്യോഗികമായ ഒരു പ്രമേയം പാസ്സാക്കുന്നു. ശരിയാണ്. ആ പ്രമേയത്തിലൂടെ രാജ്യത്ത് മിനിമം വേസ് അല്ല ആവശ്യപ്പെട്ടത്, 3 വേജസാണ്. ഒന്ന് മിനിമം വേസ്, അത് കഴിഞ്ഞ മാന്യമായ വേതനം, ഫെയർ വേജസ്, ലിവിങ് വേജ്, യഥാർത്ഥ വേതനം. അപ്പോൾ അന്ന് 931 കോൺഗ്രസിന്റെ ദേശീയ സമിതി ആവശ്യപ്പെട്ട എന്ന് പറയുന്നത് ലിവിങ് വേജസ് ആണ്. ആ ലിവിങ് വേജസിന്റെ പ്രമേയം 931 പാസ്സാക്കി. പിന്നീട് ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പാകെ സ്വതന്ത്ര ഭാരതത്തിലെ ഗവൺമെന്റ് രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തി നമ്മളിങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഈ ലിവിങ് വേജസ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മൗലിക അവകാശങ്ങളുടെ തത്വ 4ാമത്തെ ചാപ്റ്ററിൽ 43 ഈ ലിവിങ് വേജസ് കഴിവതും വേഗം നടപ്പാക്കണമെന്ന സംവിധാനം എഴുതി ചേർത്തു. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താ? അതാണ് ഞാൻ പറയുന്നത്, ചതിയുടെ ചരിത്രം അവിടെ തന്നെ ഉണ്ട്. പിന്നീട് സംഭവിച്ചത് ലിവിങ് വേജസ് ലക്ഷ്യം വെക്കുകയും അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്രയും വേഗം നടപ്പാക്കണമെന്ന് ചിന്തിക്കുകയും ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ കൊണ്ടുവരികയും
ആർട്ടിക്കിൾ 44 അത് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ 48 നിശ്ചയിച്ചത് ഫെയർ വേജസ് കമ്മിറ്റിയാണ്. റിപ്പോർട്ട് വന്നത് മിനിമം വേജിന്റെ. അപ്പൊ എവിടെ നിന്നാണ് അതിന്റെ ഗ്രാഫ്? രാജ്യത്തെ തൊഴിലാളികൾക്ക് ലിവിംഗ് വേജസ് വേണം എന്ന് കോൺഗ്രസ് പ്രമേയം 931 പാസ്സാക്കി. പക്ഷെ നടപ്പാക്കിയതിന്റെ പേരാണ് മിനിമം വേജ്. ഏറ്റവും ചുരുങ്ങിയ വേതന 948 മാർച്ച് 15-നാണ് അത് വരുന്നത്. പക്ഷേ ഇന്നിപ്പോ രാജ്യത്ത് നോക്കുമ്പോൾ 75 വർഷത്തിന് ശേഷം 52 നടപ്പായി. കേവലം 7% തൊഴിലാളിക്കാണ് മിനിമം വേജ് ഉള്ളത്. 59-60 കോടി അസംഘടിത മേഖലയിലെ തൊഴിലാളികളിൽ കേവലം 7%, 93% തൊഴിലാളികളും അസംഘടിത മേഖലയിൽ മിനിമം വേജ് അവർക്ക് ലഭ്യമല്ല. 34 കൊല്ലം പശ്ചിമ ബംഗാളിൽ ഭരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവിടെ ഇന്ന് പല മേഖലയിലും 125 രൂപയും 180 രൂപയാണ് കൂലി. സർക്കാരിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ 375 രൂപയാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. കൊടുക്കുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഈ 948 മിനിമം വേജ് വന്നെങ്കിൽ നടപ്പാക്കാനുള്ള കമ്മിറ്റി ശുപാർശ ചെയ്ത് 52 മുതൽ നടപ്പാക്കി 75 വർഷം ഈ രാജ്യം, 60 വർഷം കോൺഗ്രസ് തന്നെ ഭരിച്ചു. അങ്ങനെ ഒരു രാജ്യത്ത് കേവലം 7% അസംഘടിത മേഖല തൊഴിലാളിക്ക് മിനിമം വേജ് ഉള്ളൂ. അപ്പോൾ അതിൽ BMS കഴിഞ്ഞ രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന സമ്മേളനത്തിലൊക്കെ അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ ചലോ ഗാവ് ഓർ എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ലക്ഷ്യമാണ് BMS മുന്നോട്ട് വെച്ചത്. ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം വേജിനെ സംബന്ധിച്ച് അവർക്കത് ലഭ്യമാകണം, അതിൻ്റെ വ്യവസ്ഥ ഉണ്ടാവണം. വളരെ ഭീതിതമായ ഒരു ചിത്രം. അതെ, അത് പുറത്തു പറയുന്നില്ല. ഒരുപക്ഷെ BMS ഇപ്പൊ ഈ ലേബർ കോഡുകളുടെ ഒരു വലിയ പ്രസക്തി അതാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ലേബർ കോഡിന്റെ പ്രസക്തി ഏറ്റവും സുപ്രധാനമായി BMS അതിനെ ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇതിന്റെ ചരിത്രം 920 മുതലാണ്. ഇത് കോൺഗ്രസ് ആയിട്ട് നമസ്കരിക്കുകയാണ്. ഈ മിനിമം വേജസിന്റെ കാര്യം പറഞ്ഞപ്പോൾ സംസ്ഥാന മിനിമം വേജ് അഡ്വൈസറി ബോർഡിൽ അതെ, ഞാൻ അഡ്വൈസറി ബോർഡ് കേരളത്തിലെ ശരിക്കും നമ്മൾ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിലെ ഈ മിനിമം വേജ് അഡ്വൈസറിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ത്രികക്ഷി സംവിധാനമാണ്. അതിൽ ഗവൺമെന്റ് ഒരു പ്രതിനിധിയുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ചെയർമാൻ രാഷ്ട്രീയപരമായ നിയമനത്തിൽ വരുന്ന ആളാണ്. അതിൽ മാനേജ്മെന്റ് പ്രതിനിധികളുണ്ട്, ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ട്. പ്രശ്നം എന്താ? ഏതെങ്കിലും ഒരു പ്രദേശത്തെ ന്യായമായൊരു കൂലി വർദ്ധിപ്പിക്കണം, കൂലി കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് മാനേജ്മെന്റ് പറയും സാധ്യമല്ല, ഞങ്ങളെ കൊടുക്കാൻ പറ്റില്ല, ഞങ്ങളെ അടച്ചുകൂട്ടാൻ പോവാണ്. അപ്പൊ അവിടെ ശരിക്കും മിനിമം വേജ് അഡ്വൈസറി ബോർഡിൽ നടക്കുന്ന ഒരു ചർച്ച പോലും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ്. കൂടിയ കൂലി ആവശ്യപ്പെട്ട കൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറല്ല. ആ പക്ഷത്തല്ല കേരള ഗവൺമെന്റ്. അതുകൊണ്ട് ഇന്നും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുപക്ഷെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഏറ്റവും കോർ സെക്ടർ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തില് കശുവണ്ടി വ്യവസായ മേഖല. 3000 കശുവണ്ടി ഓഫീസുകൾ ഉണ്ടായിരുന്നു. 3 ലക്ഷത്തിലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഏറ്റവും സുപ്രധാന ഒരു മേഖലയായിരുന്നു കയർ വ്യവസായം. ആലപ്പുഴ പ്രത്യേകിച്ചും കയർ വ്യവസായം. അപ്പൊ കശുവണ്ടി, കയറ്, ട്രഡീഷണൽ ആയിട്ടുള്ള പാനീയത്ത് അടക്കമുള്ള സുപ്രധാനമായ മേഖല. 939 ഇന്ത്യയിലെ ആദ്യത്തെ ചെമ്മീൻ കയറ്റുമതി ശീതീകരണ സംവിധാനം ഒരുക്കിയത് കേരളത്തിലാണ്. 1 കോടി രൂപയാണ് 939 രാജാവിന് ലാഭം ഉണ്ടായത്. നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? കേരളത്തിനുള്ള ഒരു പ്രശ്നം, കേരളത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? കേരളം മിച്ച ബഡ്ജറ്റായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്ത സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഓരോ നമ്മുടെ തീരപ്രദേശത്ത് കൂടെ ഓപ്പൺഹൈമർ ഈ ആറ്റം ബോംബിന്റെ ഉപജ്ഞാതാവിനെ നടത്തിച്ചു രാജാവ്. എവിടെ മുതൽ? ഈ കടൽ തീരത്തോടെ നടത്തി കന്യാകുമാരിയോടെ നടത്തിയാണ് തോറിയം എന്ന് പറയുന്ന സാധ്യത കണ്ടെത്തിയത്. മൈക്ക വ്യവസായം, ഗ്ലാസ് വ്യവസായം, കളിമൺ വ്യവസായം. നമ്മൾ നോക്കിയ നമ്മുടെ ഈ കേരളത്തിന്റെ എന്തെല്ലാം റിസോഴ്സസ് ഉണ്ടോ അതിനെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ വലിയ നിലയിൽ വ്യവസായങ്ങൾ ചെയ്ത് ലാഭം ഉണ്ടാക്കി തൊഴിലാളിക്ക് നല്ല കൂലി ലഭിച്ചിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ഒരിക്കലും ജപ്പാൻ സന്ദർശിച്ചു. ആ ജപ്പാൻ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന് ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എങ്ങനെയാണ് ജപ്പാൻ ഇത്രയും വികസനത്തിലേക്ക് പോകുന്നത് അദ്ദേഹം നോക്കി. അദ്ദേഹം പഠിച്ചപ്പോൾ മനസ്സിലായത് ഈ കൃത്രിമ പട്ട് വ്യവസായം, അതായത് റയോൺ വ്യവസായത്തിലൂടെയാണ് ഈ ജപ്പാൻ പുനർജനിച്ചതെന്ന് മനസ്സിലായി സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹം വന്ന് ആ ജപ്പാനിലെ വ്യവസായം കേരളത്തിൽ തുടങ്ങിയതിനാണ് മാവൂർ റയോൺസ്.
പെരുമ്പാവൂർ റയോൺസ്. അപ്പൊ കാഴ്ചപ്പാട് എത്ര വലുതായിരുന്നു നോക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഓരോ വ്യവസായങ്ങളും തകർന്നു പോയി എന്നതിനപ്പുറത്ത് അന്നുണ്ടായിരുന്ന ആളുകളുടെ കൂലി അല്ലെങ്കിൽ അവിടുത്തെ ജോലി സുരക്ഷ, ജോലി സാധ്യതകൾ ഇതെല്ലാം പടിപടിയായി നഷ്ടപ്പെടുകയും ഇന്നിപ്പോൾ CPIയുടെ തന്നെ ഒരു ആവശ്യമായിരുന്നു അവിടെ കയർ മേഖലയിൽ 100 days ഗ്യാരണ്ടി ജോലി, 100 ദിവസത്തെ 1 വർഷത്തെ ജോലി ഗ്യാരണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് 100 ദിവസത്തെ ജോലി കിട്ടുന്നില്ല. കശുവണ്ടി മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപോയി. തൊഴിലാളിക്ക് 6000 രൂപ മാസം കിട്ടുന്നില്ല. 6000 രൂപ കിട്ടുന്നില്ല തികച്ചും. അപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഈ പറയുന്ന വാദമുഖങ്ങൾ ഉയർത്തുന്നു. ഇപ്പൊ കർഷക തൊഴിലാളികളുടെ ഏറ്റവും താഴെ തട്ടിലുള്ള കൂലി ഇപ്പൊ കേരളത്തിൽ എത്ര നിശ്ചയിച്ചിരിക്കുന്നത്? 475 രൂപ വരെ ഉള്ളൂ. പല സെക്ടറിലും നോക്കാം നമുക്ക്. പല മിനിമം വേജ് സെക്ടറുകളും കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് വേജസ് 500 താഴെയാണ്. അപ്പോൾ ഈ പറയുന്ന പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താ? ഇവിടെ ഇപ്പൊ 85ഓളം ഷെഡ്യൂൾഡ് ചെയ്ത വിഭാഗങ്ങളുണ്ട്. ഈ 85% പുറത്ത് ധാരാളം തൊഴിലാളികൾ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ നോൺ ഷെഡ്യൂൾഡ് എംപ്ലോയിക്ക് മാത്രമാണ് മിനിമം വേജസ് ഉള്ളത്. ഈ ഷെഡ്യൂളിന് പുറത്തുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 75 വർഷങ്ങൾക്ക് ശേഷവും രാജ്യത്ത് മിനിമം വേജസ് എന്ന് പറയുന്നത് വിദൂരമായി നിൽക്കുന്ന ഏതാണ്ട് 50 കോടിയിലധികം തൊഴിലാളികളാണുള്ളത്. അവിടെയാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ 4 കോടികളുടെ സുപ്രധാനമായ അതിൻ്റെ പൊരുൾ, പ്രത്യേകിച്ചും കോഡ് ഓൺ വേജസിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ കോഡ് ഓൺ വേജസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അതിനൊരു പ്രധാനമായ ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നോൺ ഷെഡ്യൂൾ നിങ്ങൾ എടുത്തു കളഞ്ഞു. ആദ്യത്തെ വ്യവസ്ഥ എന്ന് പറയുന്ന രാജ്യത്തെ 100% തൊഴിലാളി, അത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളായാലും, ഈവൻ സംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ആളാണെങ്കിൽ പോലും മിനിമം വേജസ് ഗ്യാരണ്ടിയാണ് ഗവൺമെന്റ്. അതാണ് അതിൻ്റെ ഒരു സുപ്രധാനമായ വ്യവസ്ഥ. മാത്രമല്ല ഇപ്പോൾ 2012 തെലങ്കാനയിൽ മിനിമം വേജസ് പുതുക്കിയത് ഏറ്റവും അവസാനമായിട്ട്. വർഷം എത്രയായി ഇപ്പോൾ? മനസ്സിലായല്ലേ? അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന വ്യവസ്ഥ ഈ മിനിമം വേജ് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ മിനിമം വേജ് അഡ്വൈസറി ബോർഡ് ഉണ്ടാവും, നാഷണൽ അഡ്വൈസറി ബോർഡ്. അത് ട്രൈപാർട്ടിറ്റ് ആണ്. ഒരു ചെയർമാൻ ഉണ്ടാവും. ഈ പറഞ്ഞ രീതിയിൽ മാനേജ്മെന്റും ട്രേഡ് യൂണിയനും ഉണ്ടാവും. ഇതേ രീതിയിൽ താഴെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മിനിമം വേജ് അഡ്വൈസറി ബോർഡ് ഉണ്ടാവും. അപ്പൊ അതിലെ ഒരു സുപ്രധാന വ്യവസ്ഥ, ദേശീയ തലത്തിൽ നിശ്ചയിക്കുന്ന മിനിമം വേജിനേക്കാൾ കുറഞ്ഞ കൂലി ഒരു സംസ്ഥാനത്തും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇന്നിപ്പോ ഒരു വ്യവസ്ഥ അവിടെ വരികയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇന്നലെ വരെ മിനിമം വേജ് അവിടെ ഉണ്ട്, പക്ഷെ കൊടുക്കുന്നില്ല, ചോദിക്കാൻ ആളില്ല. ഇപ്പോഴത്തെ വ്യവസ്ഥ, നിങ്ങളത് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ ഈ കൂടുതൽ വരികയാണ്. ശിക്ഷാ വ്യവസ്ഥ വരിക. മാത്രമല്ല, സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ 1 വർഷം 2 തവണ വേരിയബിൾ DA കൊടുക്കണം എന്ന വ്യവസ്ഥ വരികയാണ്. 2 തവണ കൊടുക്കണം. അത് ബേസിക്കിനോടൊപ്പം ആഡ് ചെയ്യണം. മോറോവർ 5 വർഷത്തിൽ ഒരിക്കൽ ഈ മിനിമം വേജ് പുതുക്കണം. ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഒന്ന്, എല്ലാ വർഷവും 2 പ്രാവശ്യം വേരിയബിൾ DA പ്രഖ്യാപിക്കണം. ആ വേരിയബിൾ DA എന്ന് പറഞ്ഞ ബേസിക് പേയോട് കൂട്ടണം. മോറോവർ 5 വർഷത്തിലൊരിക്കൽ ഈ മിനിമം വേജ് പുതുക്കിയിരിക്കണം. അപ്പൊ ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്, അവരതിനെ വ്യാഖ്യാനിക്കുന്നത് ഫ്ലോർ വേജസ് എന്നാണ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ശരിയാണ്, തറയാണ്. അതിന് ഭാഷയും മലയാളത്തിലേക്ക് വെച്ചുകൊണ്ട് ഫ്ലോർ എന്ന തറവേതനം എന്നാണ്. അതല്ല അതിന്റെ ലക്ഷ്യം. ചുരുങ്ങിയ വേതനം, അടിസ്ഥാനം കേന്ദ്രം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു വ്യാഖ്യാനം വരുന്നത് ഇവിടെ കേരളത്തിൽ വലിയ റേറ്റാണ് കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നാളെ ദേശീയ തലത്തിൽ നിശ്ചയിക്കുന്ന വേജസിനേക്കാൾ കുറഞ്ഞ വേജസിലേക്ക് കേരളം പോകും. അങ്ങനെയല്ല. ഏതെല്ലാം സംസ്ഥാനങ്ങളിലും നിലവിൽ കൊടുക്കുന്ന മിനിമം വേജസ് എന്താണോ അത് കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൂട്ടാം, ഒരു കാരണവശാലും കുറയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല, ആനുപാതികമായി ഈ പറഞ്ഞ വ്യവസ്ഥയിൽ എല്ലാ വർഷവും DAയും 5 വർഷം കൂടുമ്പോൾ പുതുക്കണം എന്ന തത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വാദഗതി എന്ന നിലയിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇതര ട്രേഡ് യൂണിയനുകൾ ഈ ഏറ്റവും ഗുണപരമായി ബാക്കി 93% തൊഴിലാളിക്കൂടെ കിട്ടാൻ പോകുന്ന ഈ കോഡ് ഓൺ വേജസിന്റെ കടക്കൽ കത്തിവെക്കാൻ അവർ ശ്രമിക്കുന്നു. മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ
ഇതിനൊരു വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ് ഗവൺമെന്റ്. എല്ലാ തരത്തിലുള്ള നിയമനങ്ങളും രേഖാമൂലമാകണം. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രധാനമാണ്. ഇപ്പോൾ വാക്കാൽ ഇപ്പോൾ പലപ്പോഴും നിയമിക്കുന്ന വാക്കാലാണ്. അപ്പോൾ വാക്കാൽ പോരാ, അതിനൊരു നിയമനം ഉണ്ടായിരിക്കണം. രണ്ട് എന്ന് പറയുന്നത് ഈ പേയ്മെന്റിന്റെ കാര്യത്തിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളും വേജസ് കൊടുക്കുന്നതിന് ഒരു സമയമൊന്നുമില്ല. എനിക്കറിയാം ഈ ഡോക്ടേഴ്സിന് പോലും ശമ്പളം ചിലപ്പോൾ കിട്ടുന്ന ഒരു മാസം കഴിയും. ഒരു മാസം കഴിയും പല മേഖലയിലും. ഇന്ന് അതല്ല, മിനിമം വേജസ് രാജ്യത്ത് നടപ്പാക്കുന്നതോടെ അതിന്റെ സുപ്രധാനമായ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 7ാം തീയതി വേജസ് കൊടുത്തിരിക്കണം. അറ്റ് എനി കോസ്റ്റ് 7th ഡേയിൽ അയാളുടെ പേയ്മെന്റ് നിങ്ങൾ കൊടുത്തിരിക്കണം. മാസത്തെ ആദ്യത്തെ ആഴ്ചയിലെങ്കിലും കൊടുത്തിരിക്കണം, 7ാം തീയതി കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പേയ്മെന്റ് ഇതിന്റെ മോഡ് ഓഫ് പേയ്മെന്റ് അത് ബാങ്ക് മുഖാന്തരമായിരിക്കണം. കൃത്യം. അപ്പൊ ഇതിനൊരു വ്യവസ്ഥ വരികയാണ്. ഒന്ന്, അപ്പോയിന്റ്മെന്റ് കത്ത് മുഖാന്തരം നിയമനം ഉണ്ടാവണം. 2 ശമ്പളത്തിന്റെ സമയവസ്ഥ കൊണ്ടുവരികയാണ്. 3 ബാങ്ക് ഇടപാടുകൾ കൊടുക്കാൻ സുതാര്യമായിരിക്കണം. 4ാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ഒരു വലിയ ട്രേഡ് യൂണിയൻ പ്രവർത്തന നിലയ്ക്ക് കണ്ടിട്ടുള്ളത്, പല സ്ഥലത്തും ഈ ബോണസിന്റെ സമയം വരുമ്പോൾ കരാർ തൊഴിലാളിക്ക് ബോണസ് ആരാ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പ്രിൻസിപ്പൽ എംപ്ലോയർ ആണോ കൊടുക്കേണ്ടത്, കരാറുകാരനാണോ? ഈ പ്രശ്നം വരികയാണ്. ഇതിൽ ഈ വ്യവസ്ഥ കൊണ്ടുവന്നു. അവിടെ ഒരു തർക്കം വന്നാൽ, പ്രിൻസിപ്പൽ എംപ്ലോയറും കരാറുകാരനും തമ്മിൽ തർക്കം വന്നാൽ പ്രിൻസിപ്പൽ എംപ്ലോയർ ആണ് ആ തൊഴിലാളിക്ക് ബോണസ് കൊടുക്കേണ്ടത്. അപ്പൊ എവിടെങ്കിലും ഒരു തർക്കം വന്നാൽ ആര് ബോണസ് കൊടുക്കണം എന്ന കാര്യത്തിൽ ട്രാൻസ്പെറന്റ് ആയ ഒരു വ്യവസ്ഥ വന്നു. ഏറ്റവും സുപ്രധാനമാണ്. അടുത്തൊന്ന്, ഇപ്പോ എനിക്ക് ബോണസ് കിട്ടിയില്ലെങ്കിൽ എന്റെ ചുമതലയാണ് ബോണസ് കിട്ടിയില്ല എന്ന് തെളിയിക്കണം. ബർഡൻ ഓഫ് പ്രൂഫ് ഞാൻ തെളിയിക്കണം എനിക്ക് കിട്ടില്ലെന്നുള്ളത്. മാറ്റി കൊടുത്തു എന്ന് മാനേജ്മെന്റ് തെളിയിക്കണം. ഇനി വളരെ സേഫ് ആയിട്ടുള്ള ഞാനത് പറയും. ഇപ്പൊ ഈ കോഡിഫിക്കേഷൻസ് വന്ന സമയത്ത് ഈ കോഡൺ വേജസിൽ സംബന്ധിച്ച് അതിൽ പ്രധാനമായിട്ടുള്ള 3 ആക്ടുകളാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. ഒന്ന് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 936, ബോണസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. അപ്പൊ ഈ ആക്ടുകൾ എവിടെയാണ് ഇതിനകത്തൊരു പ്രശ്നം എന്നൊരു പറയുന്നില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ഇതെല്ലാം തറവേദനമാണ്, ഉള്ള ശമ്പളം കുറയുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന സ്ഥാനത്ത് ഞാൻ എല്ലാ ചർച്ചകളും അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ സ്പെസിഫൈ ചെയ്യൂ ഏത് കാര്യത്തിലാണ് നമുക്ക് ഒന്നിച്ചു നിൽക്കാം, എവിടെയാണ് പ്രശ്നം, അത് പറയാനത് കഴിയുന്നില്ല. ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു എതിർപ്പ് മാത്രമാണ്. അത് മാത്രമാണ്. അടുത്തത് ഏറ്റവും സീരിയസ് ആയ ഒരു കാര്യം, അതിന് പക്ഷേ 2 വശങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ പലപ്പോഴും ഈ തൊഴിലാളികളുടെ ശമ്പളം ഒരു വലിയ ശമ്പളം ഒന്ന് കൂട്ടാം, നമുക്ക് നല്ലൊരു ശമ്പളം ഉണ്ടെന്ന് കാണുമ്പോൾ നല്ലൊരു ശമ്പളമുണ്ട്. പക്ഷേ ബേസിക് പേ വളരെ നോമിനലായിരിക്കും. ഒരു 7,000-8,000 രൂപ ബേസിക് പേ ആണ്. ബാക്കി ഒരു 10,65,000 രൂപയിൽ ഒരു 10,55,000 വിവിധ അലവൻസുകളാണ്. അതെന്തിനാണ് നിശ്ചയിക്കുന്നത് ചോദിച്ചാൽ ഈ ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യം കൊടുക്കേണ്ടത്. അപ്പൊ ഇയാളുടെ റിട്ടയർമെന്റ് സമയത്ത് ഇയാൾക്ക് ലഭിക്കേണ്ട ഒരു വലിയ ആനുകൂല്യം, ഗ്രാറ്റുവിറ്റിയുടെ രീതിയിലുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്താണ്, നിങ്ങൾ എത്ര ശമ്പളം നിശ്ചയിച്ചാലും കുഴപ്പമില്ല, പക്ഷെ 50% മസ്റ്റ് ബി ഇൻ ബേസിക് പേ. അപ്പൊ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന വേജസിന്റെ അല്ലെങ്കിൽ ശമ്പളത്തിന്റെ 50% അടിസ്ഥാന ശമ്പളമായിരിക്കണം. ശരി 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 ശരി. അപ്പൊ അവിടെ ബേസിക് പേയുടെ ഒരു പ്രൊട്ടക്ഷൻ വന്നു, ലൈഫ് തന്നെ സെക്യൂർ ആവണം. അപ്പൊ ബേസിക് പേയിൽ ഒരു വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. പല കോർപ്പറേറ്റ് കമ്പനികളിലും ഇതാണ് അവസ്ഥ. എനിക്കറിയാം, ഞാൻ തന്നെ ചുമതല വഹിച്ച പല കമ്പനികളുടെ അവസ്ഥ ഇതാണ്. തൊഴിലാളിയുടെ ശമ്പളം ബേസിക് പേ വളരെ ചെറുതായിരിക്കും, പക്ഷെ ആകത്തക നോക്കുമ്പോൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ കോഡൺ വേജസിനകത്ത് ഈ പറയുന്ന സുപ്രധാനമായ അതിനൊരു ഒരു 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 ചെയിൻ ഉണ്ട്. അതിന് പൂർണ്ണമായും വ്യവസ്ഥ അത് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയെങ്കിലും നമുക്ക് വിമർശിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല. അപ്പൊ നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു വലിയ മുന്നേറ്റമാണ് ഈ കോഡൺ വേജസിലൂടെ നമുക്കിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതുതന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ലേബർ കമ്മീഷൻ വന്നത് 69-ലാണ്. രണ്ടാം ലേബർ കമ്മീഷൻ വന്ന് 1999 വാജ്പേയിയുടെ കാലത്താണ്. 2002-ലാണ് അതിന്റെ നടപ്പാക്കാൻ തീരുമാനിച്ചത്. അത് മലയാളിയായിട്ടുള്ളൊരു രവീന്ദ്രവർമ്മ സാറാണ്.
അതിൽ മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അന്ന് BMSന്റെ മറ്റൊരു മലയാളി അഡ്വക്കേറ്റ് സജിനാരായണ അംഗമായിരുന്നു. ഞാൻ ഡൽഹി ജോലി ചെയ്യുന്ന കാലത്താണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സജിനാരായണ സാർ പോലത്തെ എതിർപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിയോജിപ്പ് വാജ്പേയിയുടെ കാലത്തായിരുന്നു കൂടി എതിർപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാം ലേബർ കമ്മീഷൻ ശുപാർശയുടെ അതിൻ്റെ ഒരു ഡയറക്റ്റീവ്സ് ആണ് വാസ്തവത്തിൽ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ഒരു സംഗ്രഹം ഉണ്ടാവണം. കാരണം 1926 അതിന് മുമ്പും ഒക്കെ ഉണ്ടായിരുന്ന പല നിയമങ്ങളുമാണ് തൊഴിൽ നിൽക്കുന്നത്. അതിൽ വരുന്ന ഈ പ്രധാനപ്പെട്ട 29 നിയമങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ഇത് കോഡിഫിക്കേഷൻ വേണം. 5 കോഡുകളാണ് വാസ്തവത്തിൽ ഈ സെക്കൻഡ് ലേബർ കമ്മീഷൻ ശുപാർശയിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ 4 കോഡുകളായിട്ടാണ് സംഗ്രഹിച്ചിട്ടുള്ളത്. ആ 4 കോഡുകളാണ്: 1 കോഡ് ഓൺ വേജസ്, 2 സാമൂഹ്യ സുരക്ഷാ കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, 3 ഇൻഡസ്ട്രി റിലേഷൻ IR കോഡ്, 4 ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഈ 4 കോഡുകളാണ്. അപ്പോൾ ഈ 4 കോഡുകൾ വരുന്നതിൽ BMS ഈ 4 കോഡിൽ 2 കോഡുകളെ ആദ്യമേ തന്നെ ചരിത്രപരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു അഭിപ്രായം അന്നും ഇന്നും BMS സ്വീകരിച്ചിട്ടില്ല. അസംഘടിത മേഖലയിലെ തൊഴിലാളിക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന മിനിമം വേജോ ഒരു സോഷ്യൽ സെക്യൂരിറ്റിയും ഇല്ല. ഇതാണ് നമ്മുടെ നിലപാട്. അപ്പോൾ ഈ രണ്ടാമത്തെ കോഡിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവയ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, ഈ സൊമാറ്റോ, സ്വിഗ്ഗി, അതുപോലെ യൂബർ, ഓല തുടങ്ങിയ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളുണ്ട്. അത് നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ കൊണ്ടുതരുന്നു, അവൻ തിരിച്ചു പോകുന്നു, കമ്മീഷൻ ബേസ്ഡ് ജോലിയാണ്. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കോഡ് സോഷ്യൽ സെക്യൂരിറ്റി കോഡിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിന് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തു. അത് എങ്ങനെ നടപ്പാക്കും? പലരും ഞാൻ പല ചാനൽ ചർച്ചയിലും കണ്ടു, ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളില്ല, ഫണ്ടിനെ കുറിച്ചല്ല അറിയില്ല, ഇത് നടപ്പാക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ല. ഇത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ വിറ്റുവരവിൻ്റെ 1 to 2% ഇന്ത്യയിൽ കെട്ടിവെക്കണം. നിങ്ങൾക്ക് വെറുതെ ഈ സ്ഥാപനങ്ങളുടെ പണം ഇവിടെ കെട്ടിവെക്കണം. അതിനൊരു ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുന്ന 5% ആണ്. അത് റൂളിംഗ് വരുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വിറ്റുവരവിൻ്റെ 2% ഇന്ത്യയിൽ കെട്ടിവെക്കണം. ആ ഫണ്ടിലേക്ക്, സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾ കെട്ടിവെക്കണം. എന്നിട്ട് ആ ഫണ്ടിൽ നിന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ആധാർ ലിങ്ക്ഡ് ബേസ്ഡ് ആയിട്ടുള്ള UAN നമ്പർ ഒരു ചെയ്യും ഗവൺമെന്റ്. ഞാൻ എൻ്റെ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ധാരണയാണ് പറയുന്നത്. റൂളിംഗിൽ നമുക്ക് പറയാൻ കഴിയും. അല്ല, റൂളിംഗ് വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് റൂള് കൊണ്ടുവരും. 2 ആഴ്ചക്കുള്ളിൽ റൂളിംഗ് വരുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതില് കേന്ദ്ര ഗവൺമെന്റ് വാസ്തവത്തിൽ റൂളിംഗ് ആക്കിയിട്ടില്ല. ഫൈനൽ ചെയ്യുന്നത് റൂളിംഗിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഇപ്പോഴുള്ള ധാരണ എന്ന് പറയുന്നത് ഇന്നലെ വരെ ആരും മുതലാളി ആരാണെന്ന് അറിയാൻ കഴിയാത്ത കേവലം ഒരു ആപ്പ് ബേസ്ഡ് ജോലി ചെയ്യുന്ന ലക്ഷാവധി തൊഴിലാളികളെ സംബന്ധിച്ച് അയാൾക്ക് ആ മേഖലയിൽ പണിയെടുത്താൽ ഇപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ESI, PF, ഇൻഷുറൻസ്, നാളെ ഗ്രാറ്റുവിറ്റിയും കൊടുക്കും എന്ന് കിട്ടുകൂടായില്ല. അപ്പൊ ഇപ്പോൾ ഒരു തുടക്കം വരികയാണ്. അതിന് 5 പൈസ തൊഴിലാളി അടയ്ക്കണ്ട. തൊഴിലാളി ഏത് മുതലാളിയുടെ കീഴിലാണോ ജോലി ചെയ്യുന്നത് അവർക്ക് ഇന്ത്യയിൽ അത്രയും ആ ഫണ്ടിലേക്ക് പണം കെട്ടിവെച്ചാൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നൊരു വിപ്ലവകരമായ തീരുമാനമല്ലേ? അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും തൊഴിലാളികളിലേക്ക് എത്തിക്കാനും വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നത് ഇത്തരം ഒരു ആനുകൂല്യം വരുമ്പോൾ ഞാൻ കരുതിയത് ഇതര ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ച ആ തൊഴിലാളികളെ അതിലേക്ക് ആകർഷിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്, ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്. ഇവിടെ സംഭവിച്ചെന്താ? 1995 EPS പെൻഷൻ വന്നു, എംപ്ലോയീസ് പെൻഷൻ സ്കീം വന്നു, EPF പെൻഷൻ സ്കീം വന്നു. അതിനെ വലിയ വ്യാപകമായിട്ട് അവർ എതിർത്തതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഫലമായി ആളുകൾ മിനിമം EPF പെൻഷനിലേക്ക് ജോയിൻ ചെയ്തു. മറിച്ച് ആക്ച്വൽ സാലറിയിലേക്ക് അന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 35,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തൊഴിലാളികൾക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഇതൊരു സ്ഥിരം ശൈലിയാണ്. 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നു. റേഷൻ സംവിധാനങ്ങൾ GPS ബേസിൽ പോകണം, ലോറി വഴിതെറ്റിപ്പോകാൻ പാടില്ല, ഇതൊക്കെ തന്നെ പോസിംഗ് മെഷീൻ വഴിയാവണം, വിരൽ പതിക്കണം. അതിൽ മോഡേണൈസേഷൻ കൊണ്ടുവന്നു. കേരളം എന്താ ചെയ്തത്? 3 വർഷക്കാലം എതിർത്തു. 2016 റേഷൻ നിർത്താൻ പോവാണ്.
എന്നാണ് ആഹ്വാനം. ശരിയാണ്. മനസ്സിലാക്കണം. അന്ന് അവസാനം ഗത്യന്തരമില്ലാതെ ജോയിൻ ചെയ്തു. ഈ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ അരാജകവാദം എത്ര ഗുരുതരമാണെന്ന് ഞാനിപ്പോൾ അതിലേക്ക് ഒരുപാട് കടന്നു പോകുന്നില്ല. എത്ര ഗുരുതരമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോഡുകളെ സംബന്ധിച്ച് വരുമ്പോഴും എന്താ പ്രശ്നം? അതിൽ നാളെ ഒരു ദിശാബോധം ഉണ്ടാവും. ഞാൻ ആദ്യം സൂചിപ്പിച്ച രീതിയിലുള്ള അനാഥമായി നടക്കുന്ന വലിയൊരു വിഭാഗം നാളെ അവർക്ക് വലിയ ആനുകൂല്യം കിട്ടും. അപ്പൊ അരാജകത്വത്തെ കുറയ്ക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. എല്ലാ മേഖലയിലും അരാജകത്വം. അതുകൊണ്ട് EMSന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന് പറയുന്ന 1111 പേജുള്ള പുസ്തകമുണ്ട്, തടിച്ച പുസ്തകം. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് 111 പേജിൽ. അതായത് പാർട്ടിയുടെ ആത്യന്തിക ലക്ഷ്യമല്ല ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. തൊഴിലാളി പ്രവർത്തനം വിപ്ലവത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അവകാശങ്ങൾ നേടാനല്ല. വലിയ ബോർഡുകളുണ്ടാവും, വലിയ പ്രസംഗങ്ങളുണ്ടാവും, പക്ഷെ ഒരിക്കലും ആത്യന്തിക ലക്ഷ്യം തൊഴിലാളിയുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനല്ല. അതാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ നമ്മൾ കേരളത്തിൽ കണ്ടത്. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരന് ഇപ്പോൾ കൊടുക്കാനുണ്ട് 18% DA എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ജീവനക്കാരന് പ്രതിമാസം 3500 രൂപയുടെ നഷ്ടമാണ് ശമ്പളത്തിൽ വരുന്നത്. ഈ തൊഴിലാളി പ്രേമുള്ളവരാണ് അത് കൊടുക്കണ്ടേ? ശരിയാണ്. നമുക്കടുത്ത ഒരു ഇദ്ദേഹവുമായി സംസാരം വീണ്ടും തുടരും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിൻ്റെ തുടർച്ചയായി ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് അടിസ്ഥാനപരമായി ഈ ഇഷ്യൂവിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സ്നേഹം എന്ന് പറയുന്നത് എത്രമാത്രം കൃത്രിമമാണെന്നും എത്രമാത്രം വഞ്ചനാപരമാണെന്നും ഉള്ളതിൻ്റെ മറ്റു ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുവാൻ വേണ്ടി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം.